ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാല്ലേ. അങ്ങനെ ചന്ദ്ര ആ ഒരു പ്രമാണം കൊണ്ട് പണയം വെക്കുന്നതാണ് നമ്മൾ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അയാൾ ഒരു പേപ്പർ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ദേ മേഡം, ഇതിലൊരു ഒപ്പിട്ട് തന്നാൽ മതി, ഇപ്പം ഞാൻ 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ഏതായാലും ചന്ദ്ര നോക്കിയപ്പോഴത്തേക്കും ഒരു വെള്ള പേപ്പർ, ആ ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്താണ് അതിൽ എഴുതി പിടിപ്പിക്കുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. സാധാരണ കുറച്ചെങ്കിലും ബുദ്ധിയുള്ളവർ അങ്ങനെ ചിന്തിക്കുമല്ലോ. ചന്ദ്രയും ചിന്തിച്ചു. ചന്ദ്ര ചോദിച്ചു, അല്ല ഇതിപ്പം ഒന്നും എഴുതാത്ത പേപ്പറല്ലേ, ഇതൊരു ചെറിയൊരു മുദ്ര പേപ്പറിൽ അങ്ങനെ ഒപ്പിട്ട് തരിക എന്ന് പറഞ്ഞാൽ മേഡം എന്തിനാ പേടിക്കുന്നത്? ദേ മേഡത്തിൻ്റെ കയ്യിലേക്ക് ഞങ്ങളെ 10 ലക്ഷം രൂപയാണ് വെച്ച് തരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായ ചില എഗ്രിമെൻറ്റ്സ് ഒക്കെ ഞങ്ങൾക്കും വേണ്ടേ? ഞങ്ങൾക്കും അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഇതിന് എന്താ മേഡം ഇതിരിക്കുന്നത്, ഒരു വിലയിരിക്കുന്നത്? അതുമല്ല, മേഡത്തിന് ഇതിൽ ഒപ്പിടുന്നത് കൊണ്ട് ഒരുറപ്പുണ്ട്. മേഡത്തിന് ഈ ഒരു മുദ്ര പേപ്പറിൽ ഒപ്പിടുന്നത് കൊണ്ട് തന്നെ മേഡത്തിൻ്റെ ആ ഒരു പ്രമാണം ഇവിടെ ഇരിക്കുവാണെന്ന് ഉറപ്പ് വരുത്താലോ. അപ്പം പിന്നെ സേഫ് അല്ലേ കാര്യങ്ങളൊക്കെ? പിന്നെ എന്തിനാ മേഡം പേടിക്കുന്നത്? മേഡത്തിന് പൈസ വേണമെങ്കിൽ ഇതിൽ ഒപ്പിട്ടേ പറ്റൂ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന്, അയ്യോ എനിക്ക് പൈസ വേണം എന്നിങ്ങനെ ചന്ദ്ര പറഞ്ഞിട്ട്, കുഴപ്പമില്ല, ഞാൻ ഒപ്പിട്ടോളാം, എനിക്ക് പ്രശ്നമില്ല. ഏതായാലും 10 ലക്ഷം രൂപ കിട്ടുമല്ലോ അല്ലേ? 10 ലക്ഷം രൂപ ഞങ്ങൾ കണ്ണടച്ച് തരുമെന്ന് പറഞ്ഞില്ലേ? മേഡത്തിനെ കണ്ടാ അറിയാം മേഡം ഒരു തറവാട്ടി പിറന്നതാണെന്ന്. പിന്നെ എന്തിനാ മേഡം ഞങ്ങൾ പേടിക്കുന്നത്? മേഡം 3 മാസത്തിനുള്ളിൽ ഇവിടെ പൈസ കൊണ്ടുവയ്ക്കും. അതും ബ്യൂട്ടി പാർലറല്ലേ തുടങ്ങാൻ പോകുന്നത്. അതിൻ്റെ ഗുണമേന്മകളൊക്കെ എനിക്കറിയാം. ഭടേ എന്ന് പറഞ്ഞ് ബിസിനസ് കയറി അങ്ങ് പോവില്ലേ? അതുകൊണ്ട് ധൈര്യമായിട്ടാണ് ഞങ്ങൾ ഈ 10 ലക്ഷം രൂപ മേഡത്തിന് തരുന്നത്. മേഡം ധൈര്യമായിട്ട് മേഡത്തിൻ്റെ പ്രമാണം ഇവിടെ വെച്ചോ, ഇനി ഒന്നും പേടിക്കാനില്ല. ദേ മേഡത്തിൻ്റെ പ്രമാണം എൻ്റെ ഈ ലോക്കറിൽ സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര അതിലേക്ക് അങ്ങ് ഒരു ഒപ്പിട്ടങ്ങ് കൊടുത്തു കേട്ടോ. ഏതായാലും പടപടാ ചങ്ക് ഇടിക്കുന്നുണ്ട്. പക്ഷേ 10 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ സുധിയുടെ വിവാഹം നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു 10 ലക്ഷം രൂപ മേടിച്ചത്. അങ്ങനെ അയാൾ ഇന്നാ മേഡം 10 ലക്ഷം രൂപ പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ 10 ലക്ഷം രൂപയും കൈ കൊടുത്തു. ഏതായാലും അവിടെ നിന്ന് ഇറങ്ങുന്നതും അവട്ടം മുതൽ നമ്മുടെ ചന്ദ്രയുടെ സമാധാനം പൂർണ്ണമായിട്ടും നശിച്ചു എന്ന് വേണം പറയാൻ. കാരണം ചന്ദ്രയ്ക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ആ 3 മാസത്തിനുള്ളിൽ ആ പ്രമാണം, വീട്ടിലെ പ്രമാണം കൊണ്ട് അലമാരയ്ക്കകത്ത് വെച്ചില്ലെങ്കിൽ എന്താണ് ഉണ്ടാകാൻ പോവുക? ഈ 3 മാസത്തിനിടയിൽ നമ്മുടെ ചന്ദ്രനോ ആർക്കെങ്കിലും ആവശ്യം വരട്ടെ, അപ്പോൾ ആ പ്രമാണം ചോദിച്ചാൽ എന്താണ് ഉണ്ടാകാൻ പോവുക? ഇതെല്ലാം മനസ്സിൽ കിടന്ന് ഭടേ ഇടിക്കുകയാണ് ചന്ദ്രയുടെ. അങ്ങനെ ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഭാമയോട് പറഞ്ഞു, ഭാമേ, ഇച്ചിരി കടുങ്കയായി പോയോ ഞാൻ ചെയ്തത്? ആരോടും പറയാതെ, ഒന്നും പറയാതെ, അതും ദേ രവിയേട്ടൻ്റെ 50 ലക്ഷം രൂപ അത് കൊണ്ടുപോയി സുധി തൊലച്ചു. ഇപ്പം സുധിക്ക് വേണ്ടി തന്നെ ഞാൻ ഈ വീടും പണയം വെച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ ഒരിക്കലും ആരും എന്നോട് ക്ഷമിക്കില്ല. സച്ചി ഇതങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കേണ്ടെന്ന് കൂട്ടിക്കൊണ്ടാ മതി. അപ്പോഴത്തേക്കും നമ്മുടെ ഭാമ പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നത്? 3 മാസത്തിനുള്ളിൽ നമ്മൾ ആ പ്രമാണം ഇങ്ങ് തിരിച്ചെടുക്കില്ലേ? അതും ദേ അയാൾ പറഞ്ഞത് കേട്ടോ, ബ്യൂട്ടി പാർലർ, മസാജ് സെൻറ്റർ, പിന്നെന്താ തെറാപ്പീസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരെ ക്യൂവ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ് വെച്ചടി കയറ്റമായിരിക്കും. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ സുധി ഉടനെ ജോലിക്കും പോകൂലേ? അല്ല, സുധി ജോലിക്ക് പോയി അവിടെ ആ 50 ലക്ഷം രൂപ 6 മാസത്തിനുള്ളിൽ കൊടുക്കണ്ടേ? ഇവിടെ ഈ 10 ലക്ഷം രൂപ എല്ലാം കൂടെ ഓർക്കുമ്പം സത്യമായിട്ടും എൻ്റെ ഭാമേ എനിക്ക് പേടിയാവുന്നുണ്ട്. ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുക. വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ട് കാര്യമുണ്ടോ? പിന്നെ നീ ശ്രുതിയുടെ കാര്യം ഓർത്ത് പേടിക്കൊന്നും വേണ്ട ചന്ദ്രേ. ശ്രുതിനെ എനിക്ക് പണ്ട് മുതലേ അറിയാവുന്നതല്ലേ. ശ്രുതി ഏതായാലും നിന്നെ ചതിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് നീ ഇരിക്കാൻ നോക്ക്. ദേ നിൻ്റെ ഈ പേടിയും പരവേശമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രവിയേട്ടന് സംശയം തോന്നും. മര്യാദയ്ക്ക് പേടിയും പരവേശവും ഇല്ലാതെ നീ വീട്ടിൽ പോകാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മുടെ ഭാമയ്ക്ക് പേടി വരാതിരിക്കുമല്ലോ. കാരണം അതുപോലെയുള്ള കാര്യമല്ലേ ഭാമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശേഷം നമ്മുടെ ഭാമ നേരെ പോകുന്നത് ശ്രുതിയുടെ അടുത്തേക്കാണ്. അപ്പം ശ്രുതിനെ വഴിയിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് ശ്രുതി വന്നിട്ട്, എന്താ അമ്മേ, എന്താ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പം, അത് മോളെന്നോടൊരു കാര്യം ചോദിച്ചില്ലായിരുന്നോ? എന്ത് കാര്യം? അല്ല, മോളെന്നോട് ചോദിച്ചതല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ. അതെനിക്കറിയാം. ദേ മോള് വിവാഹം നടത്താൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞാലേ അത് ദേ ഈ ചങ്കിലാ വന്ന് കൊള്ളുന്നത്. ഒരുപാട് ആഗ്രഹിച്ചു മോളെൻ്റെ മരുമകളായിട്ട് വീട്ടിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് മോള് മരുമകളായിട്ട് വരാനേ ഞാൻ എന്തും ചെയ്യും.
അതുകൊണ്ട് ഞാനൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. മോക്ക് ഇപ്പം ബ്യൂട്ടി പാർലർ തുടങ്ങിയാൽ പോരെ, അതിനു വേണ്ടിയുള്ള 10 ലക്ഷം രൂപ ഇന്ന മോള് പിടിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര എടുത്ത് കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. ഇത് കണ്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രുതിയുടെ കണ്ണ് തള്ളിപ്പോയി. ശ്രുതി 10 ലക്ഷം രൂപ, അത് അമ്മ ഇത്ര പെട്ടെന്ന് എങ്ങനെ? അത് പിന്നെ മോളെ, ഇത് ഞാനുണ്ടല്ലോ, നമ്മുടെ പ്രമാണമില്ലേ, അത് കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് എടുത്തത്. സത്യം പറയട്ടെ, വീട്ടിൽ ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മോളെ ഇത് എടുത്തു തരണം 3 മാസത്തിനുള്ളിൽ. അമ്മ പേടിക്കുകയൊന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ അമ്മയോട് ആരാ പറഞ്ഞ് ഈ പ്രമാണം കൊണ്ട് പണയം വെക്കാൻ? ഏതായാലും സത്യത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിപ്പോൾ എൻ്റെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ പോലും എൻ്റെ അമ്മ ഇങ്ങനെ ചെയ്തു തരില്ലായിരുന്നു. ഇപ്പം ഈ അമ്മയുണ്ടല്ലോ, എൻ്റെ സ്വന്തം അമ്മയാ, ഒരിക്കലും എൻ്റെ അമ്മായിയമ്മയല്ല. ദൈവത്തിൻ്റെ സ്ഥാനത്താണ് ഞാൻ അമ്മേനെ കാണുന്നത്. ഈ കടപ്പാട് എന്നും ഈ മോൾക്കുണ്ടാകും. അതമ്മ ഉറപ്പിച്ചോ. ഞാൻ എന്നും അമ്മയുടെ കൂടെ തന്നെ ആയിരിക്കും. 3 മാസത്തിനുള്ളിൽ നമ്മൾ ഈ പലിശയും തുകയും എല്ലാം തിരിച്ചു കൊടുത്തിരിക്കും. അത് ഈ ശ്രുതിയല്ലേ പറയുന്നത്? ഇപ്പം തന്നെ ഞാൻ ആ ബ്യൂട്ടി പാർലറിൽ പോയി അഡ്വാൻസ് കൊടുക്കാൻ പോവുക. പിന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാം സെറ്റാക്കും. അപ്പോഴേക്കും അത് ഓപ്പണിങ് ചെയ്യാൻ അമ്മ തന്നെ വരണം. അമ്മ വലതുകാലെടുത്ത് വെച്ച് അത് ഓപ്പൺ ചെയ്യുന്നതാണ് നല്ലത്. കാരണം അമ്മയ്ക്കേ നല്ല ഐശ്വര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമ്മേനെ കണ്ടപ്പോഴല്ലേ പെട്ടെന്ന് ഇതെല്ലാം ശരിയായത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അമ്മയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞപ്പം, അയ്യോ മോളെ, ഇതൊന്നും വേണ്ടാട്ടോ, എനിക്ക് വേറൊന്നും അറിയണ്ട. എൻ്റെ മോൻ്റെ വിവാഹം അത് മുടങ്ങാൻ പാടില്ല, അതൊരിക്കലും മുടങ്ങാൻ പാടില്ല. അതിനി എനിക്ക് സഹിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ പൈസ കൊണ്ടുവന്ന് മോളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത്. സത്യമായിട്ടും ഇന്നെൻ്റെ പ്രമാണമല്ല കൊണ്ട് പണയം വെച്ചിരിക്കുന്നത്, എൻ്റെ ജീവനാണ് കൊണ്ട് പണയം വെച്ചിരിക്കുന്നത്. മോളോടുള്ള വിശ്വാസം അതുകൊണ്ട് മാത്രം. ഈ അമ്മേനെ ഇല്ലമ്മേ, ഒരിക്കലും ഈ ഞാനുണ്ടല്ലോ കണ്ണിൽ ചോരയില്ലാത്തവളല്ല. അമ്മ എന്നെ സഹായിച്ചതിൻ്റെ കടപ്പാട് അത് ഞാൻ മരിക്കുന്നത് വരെ അമ്മയോട് കാണിക്കും. അതമ്മ കരുതിയാൽ മതി. അമ്മ ധൈര്യമായിട്ട് പൊക്കോ, ഇനി വിവാഹ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് നടത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഏതായാലും ചന്ദ്രയും അവിടെ നിന്ന് പോയി. ചന്ദ്ര ഇനിയിപ്പം നൂൽപ്പാലത്തിലൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. കാരണം ഏത് ദിവസവും പിടിവീടാം. 50 ലക്ഷം രൂപയുടെ കണക്കെന്ന് പറയുന്നത് അമ്മാതിരിയാണ് നമ്മുടെ സച്ചി പറയുന്നത്. അപ്പം പിന്നെ ഈ ഒരു 10 ലക്ഷവും കൂടെ ആകുമ്പോഴേക്കും പ്രമാണം പണയം വെച്ചാണ് ഈ 10 ലക്ഷം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്കും കൂടെ പറഞ്ഞാൽ നമ്മുടെ ചന്ദ്ര താങ്ങുമോ? ചന്ദ്രയ്ക്ക് പിന്നെ ജീവിച്ചിരുന്നത് കാര്യമുണ്ടോ? ഏതായാലും അതൊക്കെ പതുക്കെ അറിയും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പിന്നെ കാണിക്കുന്ന ഒരു സീനെന്ന് പറഞ്ഞാൽ, ഇവരിങ്ങനെ യാത്ര പോവുകയാണല്ലോ. അതായത് മുത്തശ്ശിയുടെ അടുത്തേക്ക്, കലാപതി മുത്തശ്ശിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ആ ഒരു സമയത്ത് വണ്ടിയിലിരുന്ന് നമ്മുടെ രേവതി പല പല കാഴ്ചകളൊക്കെ കാണുകയാണ്. അപ്പോൾ രേവതി അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പുറത്ത് പോയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രകൃതിയിലെ മനോഹാരിതമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിശയത്തോടു കൂടി ഇങ്ങനെ കാണുകയാണ്. അതായത് കൊക്കുകൾ, വയൽ, പുഴകൾ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുമ്പം വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചിയോടൊപ്പം. സച്ചി ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിതാണ്. ഇതിൽ വഴക്കൊന്നും കൂടാതെയാണ് രണ്ടുപേരും പോകുന്നത്. അപ്പോൾ നമ്മുടെ സച്ചി ചോദിച്ചു, നിനക്കെന്താ ഇതൊക്കെ കാണുമ്പോൾ ഇത്രമാത്രം അതിശയം? നീ എന്താ ഇതൊന്നും കണ്ടിട്ടില്ലേ രേവതി എന്ന് ചോദിച്ചപ്പം, അതിന് ഞാൻ എവിടെ കാണാനാ, ഞാൻ ആകെ പോകുന്നത് അമ്പലം വീട്. ആ അമ്പലത്തിൻ്റെ പരിസരത്തുള്ള ആ ഒരു കുളമല്ലാതെ ഞാൻ ഒരു പുഴയോ കടലോ ഒന്നും കണ്ടിട്ടില്ല. അപ്പം നീ കടലും കണ്ടിട്ടില്ല? ഇല്ല, കണ്ടിട്ടില്ല. എങ്കിൽ പിന്നെ നമുക്ക് കടലൊക്കെ കാണാന്നേ. മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുന്ന താമസം എന്ത് രസമാണെന്നറിയാമോ? ഇങ്ങനെയൊന്നുമല്ല, ഇതിനേക്കാളും രസമാണ്. അവിടെ പുഴയും വയലും എല്ലാം ഉണ്ട്. അതുപോലെ കടലും കായലും ഒക്കെ നമുക്ക് കാണാൻ പോകാം എന്നൊക്കെ നമ്മുടെ രേവതിയോട് പറഞ്ഞു. രേവതി ഇതൊക്കെ കേട്ട് വളരെ സന്തോഷിച്ച് തന്നെയാട്ടോ പോകുന്നത്. വല്ലാത്ത സന്തോഷം തന്നെയാണ് നമ്മുടെ രേവതിക്കുള്ളത്. കാരണം വേറൊന്നുമല്ല, രേവതി സന്തോഷിക്കും. രേവതിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നതും. സച്ചിയിൽ നിന്നും ഇങ്ങനെയുള്ളൊരു, അതായത് സച്ചി ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ നിന്നാട്ടോ കൊണ്ടുപോകുന്നത്. വഴക്കോ അങ്ങനെ ഒന്നും കൂടുന്നില്ല. അങ്ങനെ അതും ഇതുമൊക്കെ പറഞ്ഞ് പകുതിയായപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഉറങ്ങി വീണത് സച്ചിയുടെ ദേഹത്തേക്കാണ്, തോളിലേക്കാണ്. സച്ചിക്കാണ് വല്ലാത്തൊരു അസ്വസ്ഥത. സച്ചിക്ക് അങ്ങോട്ട് സമാധാനം കിട്ടുന്നില്ല. സച്ചിയാണെങ്കിൽ പതുക്കെ ഇങ്ങനെ തട്ടിയൊക്കെ നോക്കുമ്പോഴും എവിടെ നിന്ന് രേവതി എണീക്കാനോ, രേവതി ഭയങ്കര ഉറക്കം. അങ്ങനെ പെട്ടെന്ന് ഒരു അമ്മൂമ്മ സഞ്ചിയൊക്കെ ആയിട്ട് വന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു, അതെ അമ്മ ഒരു കാര്യം ചെയ്യുക, എന്തിനാ നിൽക്കുന്നത്, ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് നമ്മുടെ
സച്ചി അങ്ങ് എണീറ്റ് കൊടുത്തു. എന്നിട്ട് അവിടെ അങ്ങ് ഇരുത്തി. എണീറ്റ ഉടനെ തന്നെ രേവതി അങ്ങോട്ട് എണീക്കുകയും ചെയ്തു. സച്ചി എണീറ്റപ്പോൾ രേവതി എണീക്കുമല്ലോ, ചാരിക്കിടന്ന് ഉറങ്ങുമായിരുന്നല്ലോ. അങ്ങനെ രേവതി പെട്ടെന്ന് ഇങ്ങനെ ഉറക്കപ്പിച്ചോട് കൂടി നോക്കുന്നു. ആ അമ്മൂമ്മ അവിടെ വന്ന് നിന്നിട്ട് പറഞ്ഞു, അയ്യോ മോനെ, ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, ഈ കാലത്തും ഇങ്ങനെയുള്ള ചെറുപ്പക്കാരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഏതായാലും മോന് നല്ല മനസ്സാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഏതായാലും അമ്മ കാരണം എനിക്കല്ലേ നല്ലതുണ്ടായത്, ഞാനല്ലേ അമ്മയോട് നന്ദി പറയേണ്ടത് എന്ന് നമ്മുടെ സച്ചി പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ അമ്മൂമ്മ ചോദിച്ചു, അല്ല മോനെന്താ പറഞ്ഞത്, എന്നോട് നന്ദി പറയുന്നത് എന്തിനാ മോന്? ഹേയ് ഒന്നുമില്ല, ഞാനേ ഒന്നും വിചാരിക്കരുത്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. അമ്മൂമ്മ അവിടെ ഇരുന്നോ, ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ. പ്രായമായ ഒരു സ്ത്രീ വരുമ്പോഴത്തേക്കും എണീറ്റ് കൊടുക്കുക, അത് ഏതൊരു ചെറുപ്പക്കാരനും ചെയ്യുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് അമ്മ അവിടെ ഇരുന്നോ, പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ അമ്മേനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് നമ്മുടെ സച്ചി അങ്ങോട്ട് നിൽക്കാനും തുടങ്ങി. രേവതി പാവം എന്തു പറ്റി, രേവതിയുടെ ഉറക്കവും പോയി, എല്ലാം പോയി. അപ്പം അമ്മൂമ്മയോട് പറഞ്ഞു, അതെ സൂക്ഷിച്ചിരുന്നോ, ഞാൻ ഏതായാലും ഇത്ര നേരം സൂക്ഷിച്ചായിരുന്നു, ഇനി അമ്മൂമ്മ സൂക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അമ്മൂമ്മ ചോദിച്ചു, അതെന്താ മോനെ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല അമ്മൂമ്മേ, ഒന്നുമില്ല എന്നിങ്ങനെ ആക്കിയ ഒരു ഇതിൽ പറയുകയും ചെയ്തു കേട്ടോ. ഏതായാലും രേവതി തുറിച്ച് നോക്കുവാണ് സച്ചിനെ തന്നെ. ഇതൊക്കെ കാണുമ്പോഴത്തേക്കും രേവതിക്ക് ചൊറിഞ്ഞ് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചന്ദ്ര വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രന്, ചന്ദ്രേ പോയിട്ട് എങ്ങനെയുണ്ട്, അല്ല നീ എല്ലാം വെച്ചോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്തു വെച്ചോന്ന്? അല്ല നീ കറി മേടിക്കാനെങ്ങാണ്ടൊക്കെ പോയതല്ലേ, അപ്പം കറിയൊക്കെ വെച്ചോന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ. അല്ല നീ ഇത്ര നേരം എവിടെ പോയതായിരുന്നു? ഇവൻ ഇവിടെ വന്നിട്ട് എത്ര നേരമായിരുന്നു നിനക്കറിയാമോ? അതെ, ഞാൻ അവനെ കണ്ടിട്ട് തന്നെയാണ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവനോട് ഞാൻ ചോദിച്ചപ്പം അവനിപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് പോയത് എന്നിങ്ങനെ ചോദിച്ച് രവീന്ദ്രനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് രവീന്ദ്രനോട് പറഞ്ഞു, അതെ സുധീനെ കണ്ടില്ലല്ലോ, സുധി എന്തിയേ? അവൻ അവിടെ എങ്ങാണ്ട് റൂമിൽ എങ്ങാണ്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അവനവിടെ ഉണ്ടോ, ഞാൻ അവനെ ഒന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞ് സുധീനെ കാണാൻ വേണ്ടി നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഈ റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ സുധീനെ പോയി കണ്ടു. സുധി ഫോൺ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ചന്ദ്രനെ കണ്ട ഉടനെ ഫോൺ കട്ട് ചെയ്തിട്ട്, എന്താ അമ്മ എന്ന് ചോദിച്ചപ്പം, അത് മോനെ, ഞാൻ മോനോടെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതായിരുന്നു. എന്ത് കാര്യം അമ്മയ്ക്ക് പറയാനുള്ളത്? പറഞ്ഞോ. അതെ, എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല മോനെ, ഞാൻ ഇവിടെ ആരോടും ചോദിക്കാതെ, മോനോട് പോലും ചോദിക്കാതെ ഒരു കാര്യം ചെയ്തു. എന്ത് കാര്യം? അത് പിന്നെ ഇവിടുത്തെ പ്രമാണം അത് കൊണ്ടുപോയി പണയം വെച്ചേ ഞാൻ ശ്രുതിക്ക് 10 ലക്ഷം രൂപ കൊടുത്തു. അയ്യോ, അതിന് അല്ല കുഴപ്പമുണ്ടോ മോനെ, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ലമ്മേ. കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞോ? അമ്മയ്ക്കെന്താ, അമ്മയ്ക്ക് കുഴപ്പം തോന്നുന്നുണ്ടോ? അല്ല മോന് അയ്യോ എന്ന് വെച്ചപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ അതുകൊണ്ടല്ല വെച്ചത്. അമ്മ എന്തിനാ പേടിക്കുന്നത്? അമ്മ പേടിക്കുകയേ വേണ്ട. ഇപ്പം ശ്രുതി എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ശ്രുതി പറഞ്ഞു അമ്മ കൊണ്ടുപോയി പൈസ കൊടുത്തെന്നും അമ്മ എന്തോ ദൈവമാണെന്നോ, എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു അമ്മേനെയാണ്, ഒരു അമ്മായിയമ്മേനെയാണ് എനിക്ക് കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അമ്മേനെ കുറേ പറയുന്നത് കേട്ടു. ഏതായാലും നല്ല മനസ്സുള്ളൊരു പെൺകുട്ടിയാണെന്നാണ് തോന്നുന്നത്. അല്ല മോനെ, എനിക്കൊരു സംശയം. മോന് നേരത്തെ ഒരു പെൺകുട്ടി 50 ലക്ഷം രൂപ കൊണ്ടുപോയി പറ്റിച്ചില്ലേ, അതുപോലെ തന്നെ ആ വഴിക്ക് തന്നെയാണോ ഇതും എത്തിച്ചേരുന്നത്? എനിക്കറിയില്ല മോനെ, എനിക്ക് ഞാൻ ജീവൻ പണയം വെച്ച് ഇവിടെ നിൽക്കുന്നത്. അല്ല മോൻ സത്യം പറ, ഇനി ഈ വിവാഹ സമയം ആകുമ്പോഴത്തേക്കും മോൻ വേറെ എങ്ങോട്ടേലും പോവോ? എന്നിട്ട് ഞാൻ വീണ്ടും കഷ്ടത്തിലാവോ? അമ്മ എന്താ അമ്മ ഈ പറയുന്നത്? അതെന്ന് പറയുന്നത് എനിക്കിഷ്ടമില്ലാത്തൊരു പെണ്ണല്ലായിരുന്നോ? അതുപോലെയാണോ ശ്രുതിയുടെ കാര്യം? അത് അമ്മ വീട്. ശ്രുതിനെ എനിക്കിഷ്ടമാണ്. ഞാൻ ഇപ്പം തന്നെ മനസ്സുകൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞു. കാരണം ഞങ്ങൾ രണ്ടും ഒരേ സ്വഭാവക്കാരും ഒരേ ആറ്റിറ്റ്യൂഡൊക്കെ ഞങ്ങൾക്ക്. അതുകൊണ്ട് അമ്മ പേടിക്കുകയൊന്നും വേണ്ട. ഞാൻ ഒരിക്കലും പോകാനൊന്നും പോകുന്നില്ല. അമ്മ ഒരിക്കലും പേടിക്കരുത് കേട്ടോ. അങ്ങനെ ഈ വിവാഹം നടക്കും അമ്മേ. ഈ വിവാഹം നല്ലതിന് വേണ്ടിയാണ് നടക്കുന്നത്. പിന്നെ ഇപ്പം ഈ അമ്മ പേടിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് പോകും. 3 മാസത്തിനുള്ളിലല്ലേ ഈ 10 ലക്ഷം രൂപ കൊടുക്കേണ്ടത്? നോക്കിക്കോ, 3 മാസത്തിനുള്ളിൽ ഈ ബ്യൂട്ടി പാർലറിൻ്റെ വേറെ ബ്രാഞ്ചുകൾ 3-4 നമ്മൾ ഓപ്പൺ ആക്കും. അത്രമാത്രം ലാഭമുള്ള ഒരു ബിസിനസ്സായത്. അതമ്മയ്ക്ക് അറിയില്ലേ? അതമ്മയ്ക്ക് അറിയാം. അതെല്ലാവരും പറഞ്ഞ അമ്മയോട്. എങ്കിലും വല്ലാത്തൊരു പേടി മോനെ. അമ്മ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സുധി അങ്ങോട്ട് സമാധാനപ്പെടുത്തുകയാണ് കേട്ടോ. ഏതായാലും സുധിയുടെ ഈ ഒരു സമാധാനപ്പെടുത്തൽ നമ്മുടെ ചന്ദ്രയ്ക്ക് തൽക്കാലം ഒരു ആശ്വാസം മാത്രമാണ്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്തായിത്തീരുന്നു ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മുടെ ശ്രുതി ആയിക്കോട്ടെ ഈ പൈസയും കൊണ്ട് കൂട്ടുകാരിയുടെ മുമ്പിൽ ചെല്ലുകയും കൂട്ടുകാരിക്ക് ഈ പൈസ കൊടുത്തിട്ട്, എടി ഇനി ഒന്നും വേണ്ടടി, നമുക്ക് ഇനി വേറെ ഒന്നും വേണ്ട, ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് സേഫായ ഒരു സ്ഥലത്ത് തന്നെയാണ്, ഇങ്ങോട്ട് 10 ലക്ഷം രൂപ തന്നിട്ടാണ് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്.
ഹോ, ഇങ്ങനെയും പല പല ആചാരങ്ങളൊക്കെ. അല്ല, ഈ 10 ലക്ഷം രൂപ അത് അവരുടെ പ്രമാണം പണയം വെച്ചാണെങ്കിൽ ദേ ഇത് ലാസ്റ്റ് നിന്റെ തലയിൽ തന്നെ വന്ന് വീഴുവോ? അതെ, ഞാൻ ഈ പൈസ ചുമ്മാതെ മേടിച്ചതൊന്നും അല്ല. ഈ പൈസ കടമായിട്ടുള്ളത് തന്നെയാ. ഇത് ഞാൻ ബിസിനസ് ചെയ്തിട്ട് ഇത് ഞാൻ കൊടുക്കും. അപ്പം പിന്നെ ഇതെൻ്റെ പൈസയായിട്ട് മാറൂലേ? പിന്നെ എന്താടി പ്രശ്നം ഇരിക്കുന്നത്? ഒരു പ്രശ്നവും ഇല്ല. നിനക്ക് പ്രശ്നമില്ലെങ്കിൽ എനിക്കാണോ പ്രശ്നം? എങ്കിൽ പിന്നെ എൻ്റെ പൊന്നടി, നീ വണ്ടി എടുക്കുക, നമുക്ക് ഇപ്പം തന്നെ അഡ്വാൻസ് കൊടുക്കാൻ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയും കൂട്ടുകാരിയും അങ്ങ് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു വിശേഷമാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അടിപൊളി വിശേഷം തന്നെയാണ്. മിസ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇനി അങ്ങോട്ടേക്ക് നിങ്ങളെല്ലാം കാത്തിരിക്കുന്നത് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ആ ഒരു ദിവസങ്ങളാണ്. മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുന്ന ആ ഒരു ദിവസങ്ങൾ. അതിന് ഇനിയും ചിലപ്പോൾ നമ്മൾ 2 ദിവസം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുത്തശ്ശിയുടെ അടുത്ത് ചെല്ലുമ്പം നാളെ മറ്റന്നാളൊക്കെ ആകും. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ആ ഒരു പ്രണയ നിമിഷങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. ഒരു എപ്പിസോഡും മിസ് ചെയ്ത് കളയരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ടെന്ന് നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.